ഒറ്റപ്പെടലിന്റെ വിരസതയില് വെറുതെ ഭാവനകൾ നെയ്തു കൂട്ടുമ്പോ അവർക്കങ്ങനെ തോന്നുന്നതാണെങ്കിലോ? ക്ലാര, ക്ലാര, ശ്യാമേട്ടാ, ദേ ക്ലാര. എവിടെ വെച്ച്? ക്ലാരയുടെ കയ്യിലൊരു കുഞ്ഞുണ്ടായിരുന്നു. എന്താ ഗൗരവപൂർവ്വം? വല്ല ചിന്തയിലുമാണോ? ഈ മത്സ്യകനികൾ ശരിക്കും ഉണ്ടായിരിക്കും ശ്യാമേട്ടാ? എന്തോ എനിക്കറിയില്ല, ചിലപ്പോ ഉണ്ടാവുമായിരിക്കും. ചിലപ്പോഴല്ല, ഉണ്ട്. അങ്ങനെ വിശ്വസിക്കാൻ എനിക്കിഷ്ടം. അങ്ങനെ വിശ്വസിച്ചോളൂ, അതിനെന്താ കുഴപ്പം? അത് പിന്നെ അല്ല, ഇപ്പൊ എന്താ ഈ മർമേഡുകളെ കുറിച്ചൊക്കെ ഒരു ആലോചന? കുട്ടിക്കാലം മുതൽക്കേ ഈ മത്സ്യകന്യകമാരുടെ കഥകൾ എന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട്. ഇടതൂർന്ന നീണ്ട മുടിയും ആകർഷകമായ വിടർന്ന കണ്ണുകളും സുന്ദരമായ കൈകളും സ്വർണ്ണ മത്സ്യത്തിന്റെ ഉടലുമായി കടലിന്റെ അടിത്തട്ടിലെ സ്വർണ്ണ കൊട്ടാരത്തിൽ നിന്നും നിലാവുള്ള രാത്രികളിൽ കടലിലെ ഓളപ്പരപ്പുകളിൽ പ്രത്യക്ഷരാകാറുള്ള മത്സ്യകന്യകമാരുടെ കഥകൾ. അതൊക്കെ ശരിക്കൊരു മിത്താണ് ഗംഗ. അല്ല ശ്യാമേട്ടാ, ശരിക്കും റിയലാ. പുറംകടലിൽ ഒറ്റയ്ക്ക് മീൻ പിടിക്കാൻ പോകുന്ന മുക്കുവന്മാരിൽ പലരും കണ്ടിട്ടുണ്ടെന്നാ പറയുന്നേ. ഒറ്റപ്പെടലിന്റെ വിരസതയില് വെറുതെ ഭാവനകൾ നെയ്തു കൂട്ടുമ്പോ അവർക്കങ്ങനെ തോന്നുന്നതാണെങ്കിലോ? അല്ലെന്നേ, മനോഹരമായ ശബ്ദത്തിൽ പാട്ടുപാടി മുക്കുവരെ വഴിതെറ്റിച്ച് ആഴക്കടലിലേക്ക് കൊണ്ടുപോയിട്ടുള്ള കഥകൾ നമ്മൾ കേട്ടിട്ടുള്ളതല്ലേ? ആ, അങ്ങനെ മുങ്ങി മരിച്ചവരുടെ ഡെഡ് ബോഡി ആയിരിക്കും അജ്ഞാത ജഡമെന്ന പേരില് ഇവിടെ ഇങ്ങനെ ഈ തീരത്ത് വന്ന് അടിയാറുള്ളത്, അല്ലേ? അപ്പോഴേക്കും പിണങ്ങിയോ? അല്ലെങ്കിൽ ശ്യാമേട്ടൻ ഇങ്ങനെ എന്ത് പറഞ്ഞാലും അംഗീകരിക്കില്ല. വലിയ ബുദ്ധിജീവിയാണെന്ന ഭാവം. അതൊക്കെ കളയടോ. ഇപ്പോ ഈ തിരമാലകൾക്കിടയിൽ നിന്നും ഒരു സുന്ദരിയായ മത്സ്യകന്യക നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടാല് ഗംഗ അവളോട് എന്ത് ചോദിക്കും? ഞാൻ സീരിയസ് ആയിട്ടാ ചോദിച്ചത്. ഗംഗ എന്ത് ചോദിക്കും? എന്ത് ചോദിക്കണം? അത് ഞാനല്ലല്ലോ, ഗംഗയല്ലേ പറഞ്ഞത്. കടലിലെ വിശേഷങ്ങൾ ചോദിച്ചാലോ? ഓക്കെ, അത് ഗംഗയുടെ ഇഷ്ടം. പക്ഷേ ഏത് ലാംഗ്വേജിലാണ് ഗംഗ ചോദിക്കാൻ പോകുന്നത്? ഗംഗയ്ക്ക് മലയാളം മാത്രമല്ലേ അറിയൂ. അതിനെന്താ? അതെങ്ങനെയാ ശരിയാവുന്നത്? ഇത് ചെന്നൈ അല്ലേ? ഗംഗ ഇവിടുത്തെ മത്സ്യകന്യക തമിഴല്ലേ പറയൂ, പിന്നെങ്ങനെയാ മലയാളത്തിൽ ചോദിക്കുക? നമുക്ക് പോവാം. നമുക്ക് കുറച്ചു നേരം കൂടി ഇവിടെ ഇരിക്കാം ശ്യാമേട്ടാ. വേണ്ട, നമുക്ക് ഹോട്ടലിലേക്ക് പോവാം. അതല്ലേ നല്ലത്. ക്ലാര, ക്ലാര, ശ്യാമേട്ടാ, ദേ ക്ലാര. ക്ലാര, 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 ക്ലാര. ശ്യാമേട്ടാ, ക്ലാരയായിരുന്നു അത്. തരകനങ്ങളുടെ മകൾ ക്ലാര. ഗംഗയ്ക്ക് തോന്നിയതല്ലല്ലോ. അല്ല ശ്യാമേട്ടാ, ഞാൻ ശരിക്കും കണ്ടതല്ലേ. അത് ക്ലാര തന്നെയായിരുന്നു. നമുക്ക് കാറെടുത്ത് പിന്നാലെ പോയി നോക്കിയാലോ? വരൂന്നേ, വാ. എവിടെ വെച്ച്? ഞങ്ങളിപ്പോ ചെന്നൈയിലാണ് സാർ. ബീച്ചിൽ വെച്ച് ഞങ്ങൾ ക്ലാരയെ കണ്ടത്. ഇല്ല, ഗംഗയാണ് കണ്ടത്. അവൾ ഓടിച്ചെന്നപ്പോഴേക്കും ക്ലാര വണ്ടിയിൽ കയറി പോയി കഴിഞ്ഞിരുന്നു. ഇല്ലില്ല, കണ്ടിരിക്കാൻ വഴിയില്ല. കണ്ടിട്ടുണ്ടാവും ശ്യാം, ഗംഗയെ അവൾ കണ്ടിട്ടുണ്ടാവും. ബോധപൂർവം അവള് ഒഴിഞ്ഞു മാറിയത് തന്നെ ആവണം. അങ്ങനെ ആവാൻ വഴിയില്ല സർ, അവര് കുറെ അകലെയായിരുന്നു. തനിക്ക് അവളെ അറിയില്ലേ ശ്യാം? ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ലേ, പരിചയക്കാരും തന്നെ അവളെ കാണാൻ ചെല്ലുന്ന അവൾക്ക് ഇഷ്ടമല്ല.
യാദൃശ്യമായിട്ട് കണ്ടുമുട്ടിയതാണെങ്കിൽ കൂടി ഐ ആം ഷുവർ അവൾ ബോധപൂർവം നിങ്ങളിൽ നിന്ന് എസ്കേപ്പ് ചെയ്തു തന്നെയാണ്. പിന്നെ ആ ഓർഫനേജ് ഞങ്ങൾ കണ്ടു, പക്ഷെ കയറിയില്ല. എന്താവും റിയാക്ഷൻ എന്നറിയില്ലല്ലോ. ഏതായാലും സാറിനോടൊന്ന് ചോദിച്ചിട്ടാകാമെന്ന് കരുതി. വേണ്ട ശ്യാം, നിങ്ങൾ അവളെ കാണാൻ ശ്രമിക്കരുത്. അവള് അവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടല്ലോ എന്നുള്ള സമാധാനം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ശ്യാം അവളെ കാണാൻ ശ്രമിച്ചാൽ അത് ഞാനും മോളിക്കുട്ടിയും കൂടെ നിങ്ങളെ പറഞ്ഞയച്ചതാണെന്നേ അവള് ധരിക്കൂ. അത് വേണ്ട ശ്യാം. പിന്നെ അന്ന് ആ കത്തിൽ പറഞ്ഞിരുന്നത് പോലെ ആ കുട്ടിയാണെന്ന് തോന്നുന്നു. ക്ലാരയുടെ കയ്യിലൊരു കുഞ്ഞുണ്ടായിരുന്നു. ശരി ശ്യാം, ഓക്കെ. എന്താ അച്ചായ, ആരാ വിളിച്ച? ശ്യാമ. അയാൾ ചെന്നൈയിൽ വെച്ച് ക്ലാരയെ കണ്ടെന്നു. കൂടെ കുഞ്ഞും ഉണ്ടായിരുന്നു, അനാഥാലയത്തിന്റെ വാനിൽ. ഹലോ. ഇല്ല, എന്ന് വരൂന്നറിയില്ല. ഒന്നും പറഞ്ഞില്ല. ആ ശരി. ഹലോ. ആ ശാലു, ഞാൻ ശ്യാമാണ് മോളെ. ആ ശ്യാമേട്ടാ. നീ ഇതെവിടെയാ മോളെ? വിളിക്കുമ്പോ ഒന്നും നിന്നെ കിട്ടാറില്ലല്ലോ. അത് എന്താ ശാലു, നീ എന്താ ഒന്നും പറയാത്തത്? നിനക്കെന്താ സുഖമില്ലേ? അത് പിന്നെ ഒന്നുമില്ല ശ്യാമേട്ടാ, വല്ലാത്തൊരു ലോൺലിനെസ് പോലെ. അതെന്തിനാ? ഗിരിയില്ലേ അവിടെ? ഉണ്ട്, എന്നാലും നമ്മളിങ്ങനെ അധികം പിരിഞ്ഞു നിന്നിട്ടില്ലല്ലോ, അതുകൊണ്ടാവും ഒരു ടെൻഷൻ, വല്ലാത്തൊരു ഒറ്റപ്പെടൽ പോലെ. ഓ പിന്നെ ഇയാൾക്ക് മാത്രമല്ലേ ഉള്ളൂ ഈ ഒറ്റപ്പെടലും ടെൻഷനും ഒക്കെ. അന്ന് ഗിരിയോടൊപ്പം ഈ ലോകം മുഴുവൻ കറങ്ങി അടിച്ചു നടന്നപ്പോ പാവം ഇങ്ങനെ ഒരു ഏട്ടൻ വീട്ടിലുള്ള കാര്യം ഓർത്തോ നീ? ഇല്ലല്ലോ. ആ ശാലു, നീ അത് സീരിയസ് ആക്കിയോ? ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞല്ലേ. ശാലു, ഹലോ, നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഗംഗേച്ചി ഇവിടെ ഏട്ടാ? ആ ഇവിടുണ്ട്. നിനക്ക് എന്താ ശാലു പറ്റിയത്? എന്താ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഒന്നുമില്ല ഏട്ടാ. ഏട്ടനൊക്കെ എന്നാ വരിക? ഞങ്ങളൊരു എന്താ പെണ്ണെ, നീ അവിടെ ഗിരിയുമായിട്ട് വല്ല വഴക്ക് ഒപ്പിച്ചോ? ദേ, അവൻ ആളിത്തിരി മുൻചൂണ്ടിക്കാരനാ, അറിയാലോ. ഞാനും ശ്യാമേട്ടനും ഒന്നും ഇല്ലാത്ത സമയത്ത് അവൻ ചിലപ്പോ ഇത്തിരി ആള് കളിക്കാൻ നോക്കിന്ന് വരും. നീ അതൊന്നും അത്ര കാര്യമാക്കണ്ട. പിന്നെ കഞ്ചനാമ്മയോടൊന്നും പറയാനേ നിക്കണ്ട. അവളില്ലേ അവിടെ ഗാഥ? അച്ഛനും കഞ്ചനാമ്മയും കൂടി പിന്നെ വഴക്കുമല്ലോ ഉണ്ടായോ? എടോ, താൻ ഇങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട് സംസാരിച്ചോണ്ടിരുന്നാലോ അവക്ക് എന്തെങ്കിലും പറയാനുള്ള ഒരു ചാൻസ് കൂടെ കൊടുക്ക്. പോ ശ്യാമേട്ടാ, പിന്നെ കാര്യങ്ങൾ ചോദിക്കണ്ടേ? അയ്യോ, ഇവിടെ പറഞ്ഞതാ, സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല ശാലു. പിന്നെ കൊല്ലകൾ ക്ഷേത്രത്തിൽ ശ്യാമേട്ടന്റെ പക്കപ്പിറന്നാളിന്റെ അന്ന് ചൊവ്വാഴ്ച ഒരു ഭാഗ്യസൂക്താർച്ചന കഴിച്ചേക്കണേ ശാലു. എല്ലാ മാസവും മുടങ്ങാതെ ചെയ്യുന്നതാ. പിന്നെ വ്യാഴാഴ്ച ബാലഗോപാലസ്വാമി ക്ഷേത്രത്തിൽ തൃക്കൈ വെണ്ണയുടെ കാര്യവും മറക്കണ്ട. അത് പിന്നെ നീ മറക്കില്ലെന്ന് എനിക്കറിയാം. അവിടെ വെച്ചാണല്ലോ ഗിരിധര രാജകുമാരനെ ശാലു രാജകുമാരി സ്വയംവരം ചെയ്തേ.
പക്ഷേ ഞാനന്ന് വീണുപോയതുകൊണ്ട് നിങ്ങളുടെ ആദ്യ സമാഗമത്തിന്റെ ആ എക്സ്പ്രഷൻസ് മാത്രം എനിക്ക് കാണാൻ പറ്റില്ല. ഈ സംസാരിക്കുന്ന പഴയ ഗംഗേച്ചിയല്ലെന്ന് തോന്നല്ലോ. ആളാകെ എങ്ങും മാറിയതുപോലെ. ശ്യാമേട്ടന് എന്ത് മന്ത്ര പ്രയോഗിച്ചിരിക്കുന്നേ? ഒന്ന് പോടി അവിടുന്ന്. ശ്യാമേട്ട മന്ത്രവാദിയൊന്നുമല്ല, വക്കീല. ഉവ്വ് ഉവ്വ്. ഹലോ ഹലോ ചാലു, ഹലോ ഹലോ. എന്തു പറ്റി അങ്ങ്? കട്ട എന്തോന്നു. ലൈൻ ബിസിയാ, കുറച്ച് കഴിഞ്ഞ് ട്രൈ ചെയ്യാം. മുഴുവൻ സംസാരിച്ച് തീർന്നില്ലായിരുന്നു. അതിനെന്താ, കുറച്ച് കഴിഞ്ഞ് വിളിക്കാമല്ലോ. എന്തു പറ്റി മോളെ? വയറിന് നല്ല സുഖമില്ലേ? അതെ, ദേഹം അനങ്ങാതെ നിന്ന് 4 നേരം വെട്ടി വിഴുങ്ങുന്നവർക്കുണ്ടാകുന്ന ഏനക്കേട് തന്നെയാ, അല്ലാതെന്താ? മോളെ, ഇത് വിശേഷം വല്ലതാണോ? അപ്പോ ഇത് വിശേഷം തന്നെയല്ലേ മോളെ? ഓടല്ലേ? അറിഞ്ഞു ചേച്ചി, നമ്മുടെ ശാലിനിക്കുഞ്ഞിന് വിശേഷാ. എന്ത് വിശേഷം? അതെന്നേ, ചേച്ചി ഒരു മുത്തശ്ശിയാവാൻ പോവാ. അയ്യോ, അടുപ്പത്തിരിക്കുന്നപ്പോ തിളച്ചു കാണും. പാടില്ല, അവള് പ്രസവിക്കാൻ പാടില്ല. ഒരവകാശി കൂടി ഇനി ഇവിടെ ഉണ്ടാവാൻ പാടില്ല. നീ ഒരു അമ്മയാവാൻ പോവാ. ഗിരിയേട്ട, ഒരു സന്തോഷ വർത്താനുണ്ട്, പറയട്ടെ? എന്താ? ഒന്ന് മൂട് വരുത്തന്നെ ചെറുക്ക. തനിക്കിപ്പോ എന്താടോ വേണ്ടത്? കുന്തം. ആ, തനിക്കിഷ്ടമുണ്ടെ പറഞ്ഞാ മതി. ഒന്ന് എഴുന്നേക്കണ്ട ഗിരിയേട്ട, എഴുന്നേക്ക്. ഇത് വലിയ ഉപദ്രവമായല്ലോ. എന്താ ശാലു, തനിക്ക് എന്താ എന്നോട് പറയാനുള്ളത്? അങ്ങനെ ഇപ്പൊ പറയുന്നില്ല.
ആ പറയാ. അതെ, ഗിരീട്ടിനൊരു അച്ഛനാവും പോവാ. സത്യമാണോ ശാലു? അതെ ഗിരിയേട്ട, എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു, പക്ഷെ ഇന്നത് ഉറപ്പായത്. എന്താ ഗിരിയേട്ട, ഗിരീട്ടനെന്താ ഒന്നും പറയാത്തെ? എന്തു പറ്റി ഗിരീട്ടന്? ഇങ്ങനൊരു സന്തോഷ വാർത്ത കേട്ടിട്ടും എന്തോന്നും മിണ്ടാത്തെ?